കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരൂ. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ഇന്നിപ്പോൾ വിഷു സംക്രാന്തിയാണ്, നാളെ ഇപ്പോൾ വിഷുവാണ്. ഗുരുവായൂരിൽ ഏറ്റവും പ്രധാനം ഉള്ള ദിവസം. അപ്പോൾ എല്ലാവരും അതിനൊക്കെ തയ്യാറായിട്ട് വന്നോളൂ. രാവിലെ തന്നെ ഇപ്പം തന്നെ ക്യൂ നിൽക്കേണ്ടി വരും, എന്തെങ്കിലും രാവിലെ തൊഴാൻ പറ്റൂ, അത്രയ്ക്കും തിരക്കാവും. നെയ്വിളക്ക് ഒക്കെ 4 മണിക്ക് ശേഷമേ ഉള്ളൂ. അപ്പോൾ സാധാരണ ജനറൽ ക്യൂവിൽ തന്നെ വന്നിട്ട് വേണം തൊഴാൻ. പിന്നെ VIP ദർശനത്തിൻ്റെ ആരെങ്കിലും റെക്കമെൻഡേഷനിൽ വന്ന ആളുകളുണ്ടാവും, അതല്ലാതെ ആർക്കും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം കിട്ടട്ടെ. നമുക്കെന്തായാലും തൊഴാനായിട്ട് പോവാം. കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിയെ തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. അകത്തേക്ക് പോകുമ്പോൾ ഒന്ന് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ആയിരുന്നു. ഇപ്പോൾ നട അടച്ചു. എന്തായാലും നമ്മൾ തൊഴാനായിട്ട് പോവുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ആ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക, വലതേ സൈഡിലുള്ള നരസിംഹാവതാരമൂർത്തിയെ ആ തൂണൊന്ന് നോക്കി തൊഴുക. പിന്നെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ ആ നാരായണ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ നാരായണ വിഗ്രഹത്തിൽ, മഹാപ്രഭുവിൻ്റെ വിഗ്രഹത്തിൽ കളവം കൊണ്ടുള്ള അലങ്കാരം എന്തായിരിക്കാമെന്നുള്ള ആ ഒരു ആകാംക്ഷയായിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ, ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിയാണ്. കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം ബൗദ്ധാസ്വദിക്കനാണ്. വളരെ സന്തോഷമുള്ള ദിവസമാണ്. അങ്ങനെ നോക്കുമ്പോൾ അകത്തെ കാൽത്തളകൾ ഇങ്ങനെ കാണാനുണ്ട്. കാൽത്തളകളൊക്കെ ഇട്ട് പട്ട് ഇങ്ങനെ മഞ്ഞ പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് ചാർത്തിയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ എന്താ, ആളിങ്ങനെ 2 കൈ ഇങ്ങനെ അരയിലിങ്ങനെ കുത്തി നിൽക്കുക. എന്താ ഒരു കുസൃതിയിലാണ് നിൽക്കുക. വളരെ രസമായിട്ടുള്ളൊരു നിൽപ്പാണ്. 2 കൈവിളകൾ കാണാനുണ്ട്, കയ്യുമ്മിൽ ആ തോൾവിളകൾ കാണാനുണ്ട്. അരയിൽ അരമണി കിങ്ങിനിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് അതൊന്നിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ആ നിൽപ്പ് ഇങ്ങനെ ആരെ കളിക്കാൻ വരുന്ന മാതിരി ഉള്ള നിൽപ്പാണ്. ആരൊക്കെ വേണമെങ്കിൽ കളിക്കാൻ കൂടെ വരാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഞാൻ നിന്നെ തൊട്ടേ എന്ന് പറഞ്ഞിട്ടൊക്കെ കളിക്കില്ലേ, അതേമാതിരിയാണ്. ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് 2 കൈയും ഇങ്ങനെ അരയ്ക്ക് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക വലിയ ഗൗരവത്തിൽ. ആ മുഖത്തേക്ക് നോക്കിയാലോ എന്താ ഒരു പ്രസാദം എന്നറിയാം. ആ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. എന്തായാലും നന്നായിട്ടുള്ള ഒരുക്കത്തിലാണ് യശോദാമ്മ അന്ന് ഒരുക്കി നിർത്തിയാണ്. അപ്പം എല്ലാവരും കണ്ടോളൂ കേട്ടോ, ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ. ആ കിരീടമൊക്കെ ആയിട്ട് ഇങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണനെ ഗോപീതിലകൊക്കെ വെച്ചിട്ടുള്ള ആ പൊന്നുണ്ണിയെ കാണാൻ എല്ലാവരും കൊതി തീരെ കണ്ടോളൂ. ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. പിന്നെ തിരുമുടിമാല 2 ഉണ്ട്. അതേപോലെ വലിയ ഉണ്ടമാലകളാണ്. വെളുത്ത പൂവിനാണ് ഏറ്റവും കൂടുതൽ, വെളുത്ത പൂവും പിന്നെ തുളസിയും അതേപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണ് എന്നങ്ങനെ മനസ്സിലേക്ക് വിചാരിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ, എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ട് ബലി തൂവുന്ന അഗ്നികോണിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുക. അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് ഗണപതി ഹോമം നടത്തുന്നതും തിരുനേദ്യം തയ്യാറാക്കുന്നതുമായ തിടപ്പള്ളി നോക്കി തൊഴുക. പിന്നെ വരുമ്പോൾ നേരെ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. ആ പച്ച കളറിലെ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. വീണ്ടും നമ്മൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ആ ഗണപതിയുടെ അവിടെ വന്ന് ഗണേശനെ കണ്ട് തൊഴുകയാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ ആ കോർണറിൽ നിന്നുള്ള ചെറിയ ഗണപതിനെ കണ്ടു തൊഴാം. അതിനുശേഷം
മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കൊത്തിവെച്ച ആ വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. മേൽശാന്തിരി അവിടെ ആ ഭൗതാസ്വദിക്കാനിരിക്കണം. അപ്പോൾ കണ്ട് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വേഗം നമ്മൾ വാമനാവതാരം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തില്ല മഹാവിഷ്ണുവിനെ കണ്ട് തൊഴുത് പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണുമ്പോൾ നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. താമരയും തുളസിയും വെളുത്ത പൂവൊക്കെ ഇട്ടിങ്ങനെ. അപ്പോൾ കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞാൽ നേരെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അതിനുശേഷം നേരെ വീണ്ടും ഇങ്ങോട്ട് കയറി വരുമ്പോൾ 3 രാമന്മാരെയും കാണാം. ശ്രീരാമചന്ദ്രനെയും കാണാം, ബലരാമനെയും കാണാം, അതേപോലെ ഭാർഗവരാമനെയും കാണാം, പിന്നെ കൃഷ്ണനെയും കാണാം. കൃഷ്ണൻ്റെ അവിടെ ഒരു തുളസിമാല ഉണ്ട്. അതേപോലെ ആ മുരുകനെ കണ്ട് തൊഴാം. മുരുകനെ കണ്ട് തൊഴുത് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അവിടെ വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട്. സിന്ദൂരമൊക്കെ നിറയെ സിന്ദൂരമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ രവിപിള്ളയൊക്കെ വന്നിട്ടുണ്ട്. രവിപിള്ളയൊക്കെ വന്നിട്ടും വെറ്റിലമാലയാണ് ചാർത്തിയാണ് ഹനുമാൻ സ്വാമിക്ക്. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയാൽ താമരക്കണ്ണനെ കണ്ട് തൊഴാം. ആ ഓവിനും പടിഞ്ഞാറോട്ട് ഭാഗത്ത് ആ ഫില്ലറിൻ്റെ ഇടയ്ക്ക് ആണ് ഉള്ളത്. പിന്നെ വീണ്ടും നമ്മൾ ആ ഗ്രില്ലിൻ്റെ അവിടെ വന്നാൽ കിഴക്കോട്ട് വന്നാൽ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് കിടാവിളക്ക് ഇങ്ങനെ കത്തിന് കാണാം. അപ്പോൾ അവിടെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ആ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ വീണ്ടും നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ ആ കുറൂരമ്മേനെയും അതേപോലെ നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അമ്മേനെ കാണാൻ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമുക്കെന്നാലും പോയി തൊഴാം. അങ്ങനെ ചെല്ലുമ്പോൾ ഭഗവതി ഇന്ന് വളരെ അതിസുന്ദരിയായിട്ടാണ് ചുവന്ന പട്ടൊക്കെ എടുത്ത് പുറകു വശത്ത് പച്ചപ്പട്ടൊക്കെ ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് നല്ല രസമായിട്ടാണ്. അപ്പോൾ നാളെ വിഷുവിൻ്റെ അലങ്കാരമൊക്കെ ആയിട്ടല്ലേ വരുന്നതെന്ന് പറഞ്ഞു. വിഷു അല്ലേ വരുന്നത്, എല്ലാ ഭക്തരെയും കാണട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പിന്നീട് നമ്മൾ ആ കോർണറിലെത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി തൊഴുത ആ ഒരു ഫലം നമ്മളിലേക്ക് എത്തും. മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ ആ കുസൃതിക്കണ്ണനെ 2 ഇടുപ്പിലും കൈ വെച്ച് ഇങ്ങനെ കൈ കുത്തി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞ് ഒന്ന് നമസ്കരിച്ച് പിന്നീട് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നത് കാണാം. അപ്പോൾ അവിടെയും ആ വേദപാരായണം നടത്തുന്നതും പ്രാധാന്യം അർഹിക്കുന്നതുമായ ആ കൂത്തമ്പലത്തിൽ തൊഴുത് പിന്നീട് അയ്യപ്പൻ്റെ അവിടെ വന്ന് അയ്യപ്പനെ കാണാം. അവിടെ ഇന്ന് നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു അലങ്കാരത്തോടു കൂടിയാണ് ആ അയ്യപ്പസ്വാമി കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ.
എന്നിട്ട് അവിടെ തൊഴുത്ത് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിൽ വന്ന ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വേണുഗോപാല സ്വരൂപം കാണാം, കണ്ടു തൊഴാം. പിന്നീട് ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്ന് അൽക്കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗരുഡധ്വജം കാണാം. അപ്പോൾ കണ്ടു തൊഴുതോളൂ. ഇന്നും നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരം കണ്ടു തൊഴുതു. എന്നെ ശ്രവിക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് എന്ന് മനസ്സിൽ അങ്ങോട്ട് സങ്കല്പിക്കുക, എന്നിട്ട് കേൾക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.